17ാമത് എയർപോർട്ട് ഷോ 2017 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കം കുറിച്ചു. 300-ലധികം കമ്പനികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 367 ബില്യൺ ദിർഹത്തിന്റെ പുതിയ പദ്ധതികൾ മിഡിൽ ഈസ്റ്റ് വ്യോമയാന മേഖലയിൽ സജ്ജീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 7500-ലധികം വരുന്ന വ്യോമയാന മേഖലയിലെ തന്നെ വിദഗ്ധരുടെയും നിരവധി സന്ദർശകരുടെയും സാന്നിധ്യത്തിൽ ദുബായ് വ്യോമയാന വിഭാഗത്തിന്റെ പ്രസിഡന്റും ദുബായ് എയർപോർട്ട് ആൻഡ് എമിറേറ്റ്സ് എയർലൈൻ ചെയർമാനും എമിറേറ്റ്സ് ഗ്രൂപ്പ് മേധാവിയുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ എയർപോർട്ട് ഷോക്കാണ് ദുബായ് ആതിഥ്യമരുളിയിരിക്കുന്നത്. മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തിയാണ് മേള പുരോഗമിക്കുന്നത്. എയർക്രാഫ്റ്റ് പെയിന്റിംഗ് ആൻഡ് മെയിന്റനൻസ്, എഞ്ചിൻ ഹാൻഡ്ലിംഗ്, ഫ്യൂലിംഗ് സിസ്റ്റം, ബാഗേജ് ഹാൻഡ്ലിംഗ്, എയർപോർട്ട് ആൻഡ് എയർക്രാഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം തുടങ്ങി നിരവധി വിഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയതും ചെലവ് കുറഞ്ഞതുമായ സാങ്കേതിക വിദ്യകളെ മേളയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, അമേരിക്ക, കാനഡ, ചൈന, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളും അവരുടെ ഉൽപ്പന്നങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടാതെ വ്യോമയാന മേഖലയുടെ അനുബന്ധ സേവനങ്ങളായ ഫ്ലൈറ്റ് കാറ്ററിംഗ്, ഹോസ്പിറ്റാലിറ്റി മേഖലകളും മേളയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. യാത്രാ അനുഭവം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ ബാഗേജ് ഹാൻഡ്ലിംഗ് സിസ്റ്റത്തെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുള്ള UAE-യുടെ ഇമറാടെക് തങ്ങളുടെ എയർപോർട്ടുകളുടെ സൗകര്യങ്ങളും വിപുലീകരണത്തെയും വിളിച്ചോതുന്നവയാണ്. 15000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരുക്കിയ മേളയിൽ ഒമാൻ, സൗദി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ പവലിയനുകളും സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നുണ്ട്. ബിഗ് 40 മിഡിൽ ഈസ്റ്റ്, ദുബായ്.